അത് കാടല്ലായിരുന്നോ? ഞാനും ദേവേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അമ്മയും അച്ഛനും ഊർമിളേച്ചിയും ബന്ധുക്കളും പണിക്കാരും ഒക്കെ ഉണ്ട്. ആരെങ്കിലും കണ്ട നാണക്കേടല്ലേ ദേവേട്ടാ? പ്ലീസ് ഒന്ന് പോ ദേവേട്ടാ. ആര് വേണമെങ്കിലും കണ്ടോട്ടെ, എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ. ഇന്ന് എനിക്ക് വേണ്ടത് നീ തന്നില്ലെങ്കിൽ മോളെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. വേണ്ട ദേവേട്ടാ, പ്ലീസ് പോയി ഇവിടുന്ന്. ഇന്ന് കാര്യം നടക്കാതെ ഇവിടുന്ന് ഞാൻ പോകുന്ന പ്രശ്നമില്ല മോളെ. എനിക്കുള്ളത് ഇങ്ങ് തന്നേക്കടോ. വേണ്ട ദേവേട്ടാ, പ്ലീസ് ദേവേട്ടാ. എന്നാ പിന്നെ ഞാൻ ആദ്യം തരാം. വേണ്ട ദേവേട്ടാ, വേണ്ട ദേവേട്ടാ, വേണ്ട ദേവേട്ടാ. വേണ്ട ദേവേട്ടാ, പ്ലീസ് ഇവിടുന്ന് പോ ദേവേട്ടാ. ഹലോ എന്റെ മിസ്സിസ് ദേവ, നീ നിന്റെയാ കണ്ണൊന്ന് തുറന്ന് നോക്കിക്കേ. ഒരു കാലത്ത് നിന്റെ കാലച്ചയായത് ഇതെന്താ? ഇത് നിനക്ക് ഓർമ്മയില്ലേ? നിന്റെ കാലി കിടന്ന മണിയാ അന്നെന്റെ ഹൃദയം. എന്റെ ഈ ഹൃദയമിടിപ്പിനെ ഇപ്പൊ ഞാൻ നിന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. എന്താ പെണ്ണെ, എന്തു പറ്റി നിനക്ക്? എന്താന്നറിയില്ല, കണ്ണ് നിറഞ്ഞു പോവാ. ഒരു കാലത്തിത് എന്റെ ദേവേട്ടൻ എന്നിൽ നിന്ന് അകന്നു പോയതിന്റെ വേദനയായിരുന്നു. പക്ഷെ ഇന്നിത് എന്റെ ദേവേട്ടൻ എനിക്ക് കിട്ടിയതിന്റെ സന്തോഷം കൊണ്ടാ. ചില സമയത്തൊക്കെ ആലോചിക്കുമ്പോ എന്നെ പോലൊരു നിർഭാഗ്യവതി ഈ ലോകത്ത് വേറെ ആരുമില്ലാന്ന് തോന്നും. ദേവേട്ടന്റെ സ്നേഹം അനുഭവിക്കാൻ യോഗം ഇല്ലല്ലോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ എന്റെ അത്രയും ഭാഗ്യവതി ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് നിരസിക്കപ്പെട്ടതെല്ലാം ഇന്നെനിക്ക് തിരികെ കിട്ടിയിട്ടുണ്ട്. ഈ ജന്മത്തേക്ക് ഇത് മതിയെന്ന് തോന്നിപ്പോവാ. ഈ ക്ഷണം ദേവേട്ടന്റെ കൈ കിടന്ന് എന്റെ ജീവൻ പോയാലും എനിക്ക് സന്തോഷം. ചുമ്മാ ഓരോന്ന് പറയല്ലേ. പിറന്നാളിന്റെ അന്നാണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക? നിന്റെ ഈ ജീവനുള്ളിടത്തോളം കാലം എന്റെ ജീവനും ഉണ്ടാവൂ. ജീവിക്കുന്ന കാലത്തോളം നമ്മൾ ഒന്നിച്ച്, അത് മരണത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും.
വൈദേഹി മോളെ, വൈദേഹി മോളെ. അയ്യോ എണീറ്റേ, അമ്മ വരുന്നുണ്ട്. എടാ പോലെ വൈദേഹി. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ നിനക്ക് ഗിഫ്റ്റ് തന്നിട്ട് തിരിച്ചെനിക്കൊരു ഉമ്മ പോലും തരാതെ അവള് പോയി. ഇത് അന്യായ വൈദേഹി. എല്ലാം വേസ്റ്റ്. എഴുന്നേക്ക്. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഈ ഒരു ഗിഫ്റ്റ് തന്നെ മോളെ ഞാൻ പ്രതീക്ഷിച്ചത്. നിർത്ത്. വൈദേഹി അവിടുന്ന് മാറ്റിയിട്ട് അവളെപ്പോലെ തന്നെ ഇരിക്കുന്ന നിന്റെ മരുമോളെ അവിടേക്ക് അയക്കാൻ പറ്റുവാണെങ്കിൽ കാലങ്ങളായുള്ള നമ്മുടെ പ്രതികാരം തീർക്കാം. നിന്റെ മോളെ നിനക്ക് വേണ്ടെന്നുണ്ടോ? ഒരു ഫോൺ നിന്റെ അമ്മായിയമ്മയ്ക്ക് ചെയ്താ മതി. ഒരു നിമിഷം കൊണ്ട് നിന്റെ മോളുടെ ശവം നിനക്ക് കിട്ടും. ചേട്ടടി ഫോൺ. ഞാനാണ് കാർത്തികിനെ കൊന്നതെന്ന് സംശയിച്ച് അമ്മ എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴേ ഞാനങ്ങ് മരിച്ച മതിയായിരുന്നു. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞ കൊച്ചുമോളെ എന്തായാലും അമ്മ നോക്കാതിരിക്കില്ല. ഇപ്പൊ മോളെ കാണിച്ച് പേടിപ്പിച്ച് എന്നെ കൊണ്ടൊരു കുടുംബം നശിപ്പിക്കാൻ നോക്ക. ഇത്രയും നല്ലൊരു കുടുംബത്തെ തകർക്കുന്നതിനേക്കാളും ആ ദൈവം എന്നെ അങ്ങോട്ട് വിളിച്ചാ മതിയായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും അതോടെ അങ്ങ് തീരുമായിരുന്നു. നീ കൊറേ നേരമല്ലേ ഇളക്കാൻ തുടങ്ങിയിട്ട്? ഉപ്പും മുളകൊക്കെ ചേർക്കടാ, ഒന്ന് വേഗം ആയിക്കോട്ടെ. ശരി. ഉപ്പും മുളകും ചേർക്കണോ അത്രേ. കുറച്ചു നേരവും കൂടി കഴിഞ്ഞാ ഇവിടെ ഒരു മരണ വീട്ടിന്റെ മുഖത മാത്രമേ ഉണ്ടാവൂ. അപ്പൊ വയറ് നിറച്ച് രുചിക്ക് തിന്നാൻ ആരും കൊതിക്കില്ല. കഷ്ടം, അതിതുവരെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. തൽക്കാലം നീ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ നിൽക്കണ്ട. വൈദേഹിയെ ഞാനിവിടുന്ന് മാറ്റുമ്പോ അവളെ പോലെ എങ്ങനെയാ പെരുമാറണ്ടേന്ന് ചിന്തിക്കും. എന്നെ കൊണ്ട് അതിനാവില്ല. എനിക്കിനി പിടിച്ചു നിൽക്കാനും ആവില്ല. വേണമെങ്കിൽ ആന്റി എന്നെ അങ്ങ് കൊന്നേക്ക്. അയ്യോ, അമ്മേ. വൈദേഹി, എന്തു പറ്റി മോളെ? എവിടെ നോക്കട്ടെ. അയ്യോ, കൈ പൊള്ളിയല്ലോ. സാരല്ല, അത് മാറിക്കോളൂ അമ്മേ. നിന്നോട് ആരാ ഇവിടേക്ക് വരാൻ പറഞ്ഞേ? അമ്മേ.
ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? അതൊന്നും കുഴപ്പമില്ലമ്മേ. നീ എന്താ ഇപ്പൊ പറഞ്ഞേ? വേണമെങ്കിൽ എന്നെ കൊന്നു കളഞ്ഞോളൂ, പക്ഷെ ഇത് മാത്രം ചെയ്യാൻ പറ്റില്ല എന്നല്ലേ? അത്ര ബുദ്ധിമുട്ടുള്ള എന്ത് ജോലിയെ നിന്നെ ഏൽപ്പിച്ചേ? പാചകം ചെയ്യുന്നതൊക്കെ അത്ര വലിയ പണിയാണോ? അങ്ങനെ പറഞ്ഞു കൊടുക്ക എന്റെ മോളെ. ഇന്നലെ തൊട്ട് ഞാൻ ഇവന് പറഞ്ഞു കൊടുക്കുന്നതാ, പക്ഷെ എന്നെ കൊണ്ട് എല്ലാ പണി ഇവൻ ചെയ്യിപ്പിക്കുക. ഇതിനു മുൻപെപ്പോഴോ ഞാൻ നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഈ പയ്യനെ ഞാൻ എവിടെയോ വെച്ച് മുമ്പ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പാചകത്തിനൊക്കെ പോകുന്ന ആൾക്കാരല്ലേ. ഏതെങ്കിലും കല്യാണത്തിന്റെ സമയത്ത് അവിടെ പാചകത്തിനോ മറ്റോ കണ്ടതായിരിക്കും. ആഹാ, അവിടെ വെച്ചൊന്നുമല്ല, മറ്റെവിടെയോ വെച്ചാ. അമ്മേ, അമ്മയ്ക്ക് ഇവരെവിടെയെങ്കിലും വെച്ച് കണ്ട പോലെ തോന്നുന്നുണ്ടോ? അതെന്തെങ്കിലും ആവട്ടെ മോളെ, ആദ്യം ഈ പൊള്ളലിന് മരുന്ന് വെക്കണം. അമ്മേ, വെണ്ണ പുരട്ടി തന്നില്ലേ? ഇപ്പൊ എനിക്ക് നീറ്റല് പോലുമില്ല. അമ്മ മരുമോനോടും അമ്മയോടും പറഞ്ഞേക്കല്ലേ, പിന്നെ അത് മതി ഇവിടെ സീനാക്കാൻ. കഷ്ടം, മുത്തശ്ശിക്ക് വയ്യാത്തതുകൊണ്ടല്ലേ മോനെ പറയുന്നേ. ഒന്ന് സഹായിച്ചോന്ന് വെച്ചാ എന്താ ഇപ്പൊ തെറ്റ്? മതി, നീ ഇങ്ങ് പോര്. അവളെക്കുറിച്ച് ഓർത്തല്ലേ നീ വിഷമിക്കുന്നെ? അവക്ക് തന്നെ പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താ? ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് പോയത് അവള് തന്നെയാ. എന്നുവെച്ചാ പകുതി പാപം അവിടെ തീർന്നു. ഇനി വേറൊന്നും ചിന്തിക്കാതെ പറഞ്ഞതങ്ങ് ചെയ്യേ. അവർക്കൊക്കെ എത്ര നല്ല മനസ്സാന്ന് നോക്കിക്കേ. അതാ എന്റെ വിഷമം. അവരെ ചതിക്കുന്നത് അന്യായോ? ഏയ്, ഇനി നിന്നോടിങ്ങനെ കാല് പിടിച്ച് ചെയ്യടി ചെയ്യടി എന്ന് പറയാനുള്ള ക്ഷമ എനിക്കില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ ശിലാസ്ഥാപനം നടക്കുക. എന്തു മായം ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. വൈദേഹിയെ മാറ്റി നിർത്തിയിട്ട് ഈ ഗെറ്റപ്പ് മാറ്റി അവളെ പോലെ അവിടെ കയറി നിന്നോണം. ഹലോ അമ്മേ, ഞാനിവിടെ ഉണ്ട്. ശരി മോനെ, ആയിക്കോട്ടെ. ആരാ കൗസല്യെ വിളിച്ചത്? അത് പിന്നെ എന്റെ ചെറിയമ്മയുടെ ഫോണായിരുന്നു. ഇന്നത്തെ ഫംഗ്ഷന് നമ്മൾ അവരെയൊക്കെ വിളിച്ചതല്ലായിരുന്നു. എന്തോ അത്യാവശ്യമുണ്ടും അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയായിരുന്നു. അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾ ഉപേക്ഷിച്ച് ആർക്കെങ്കിലും വരാൻ പറ്റുമോ? സാരമില്ല. അമ്മയാരോട് അത്ര വെപ്രാളപ്പെട്ട് സംസാരിച്ചേ? എന്നിട്ട് ചെറിയമ്മയെ വിളിച്ചെന്ന് എന്തിനാ കള്ളം പറഞ്ഞു? ചെറിയമ്മയോടാണെങ്കിൽ അത്രയ്ക്കും വെപ്രാളപ്പെടേണ്ട കാര്യമില്ല. എങ്ങോട്ട് അമ്മയെ പോകുന്നേ? അതും നല്ല ടെൻഷനിലാണല്ലോ. അമ്മേ, ആരാ ഇയാള്? ഡേവിഡിന്റെ അമ്മയെ എന്തിനാ ഇയാൾ അമ്മയെന്ന് വിളിക്കുന്നത്? ഇങ്ങനെ ആരും കാണാതെ അമ്മയെ കാണേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. ദേവനെ പോലെ അജയനെ പോലെ എല്ലാവരുടെയും മുമ്പിൽ വച്ച് അമ്മയെന്ന് വിളിക്കാനുള്ള അവകാശം ഈ ജന്മത്തിൽ എനിക്ക്
കിട്ടില്ലല്ലോ അമ്മേ. സ്വന്തം അമ്മയെ അമ്മയെന്ന് വിളിക്കാൻ കഴിയാത്തത് എത്ര വലിയ നിർഭാഗ്യം അല്ലേ അമ്മേ? എന്നെ പ്രസവിച്ച എന്റെ അമ്മേ എനിക്കങ്ങനെ വിളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമാവുന്ന? ഇത് അമ്മ പ്രസവിച്ച മോനാണോ? പിന്നെന്തിനാ ഇങ്ങനെ രഹസ്യമായിട്ട് വന്ന് കണ്ടിട്ട് പോകുന്നത്? പറയാമേ, ഈ ജന്മം എനിക്കങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമോ? എന്താണ് ഇതൊക്കെ? എന്തിനീ ചത്ത ബാബിനെ വീണ്ടും തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നത്? അമ്മയെന്ന് വിളിക്കാൻ പറ്റാതെ നീ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് ആരെക്കാളും നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോനെ. നീ എങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് മോനെ. പക്ഷെ ഈ സത്യം പുറത്തറിയുന്ന നിമിഷം കൊട്ടാരം വീട്ടിന്റെ മാനോ അഭിമാനം എല്ലാം തകർന്നു പോവും. ഈ കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചോളാന്ന് സത്യം ചെയ്തിട്ട ഞാൻ കൊട്ടാരം വീട്ടിലേക്ക് കടന്നു വന്നത്. സത്യം ചെയ്ത് ഈ കൈകൊണ്ട് ആ കുടുംബത്തെ തകർത്തെറിയാൻ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം കഴിയില്ല. എനിക്ക് പറ്റിയൊരു തെറ്റിന് അവരെയൊക്കെ ഞാൻ എന്തിനു ശിക്ഷിക്കണോടാ? അപ്പോ എന്തിന്റെ പേരില ഞാൻ ഈ ശിക്ഷ അനുഭവിക്കേണ്ടത്? ഈ ചോദ്യത്തിന് എന്റെ അടുത്ത് ഇപ്പൊ ഉത്തരവില്ല മോനെ. ഈ തെറ്റിനെ തിരുത്താനുള്ള മായാശക്തിയൊന്നും എനിക്കില്ല. ഈ അമ്മയോട് ക്ഷമിക്കും. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ചന്ദ്രികയാടി. എന്റെ മകളെ പറഞ്ഞയച്ച് കൊട്ടാരം വീട്ടുകാരെ വഴിയാധാരമാക്കാന്ന് കരുതിയതാ. അന്നും തടസ്സം നീ തന്നെയായിരുന്നു. നിന്റെ അമ്മയെ വെച്ചൊരു കളി കളിക്കാന്ന് വിചാരിച്ചപ്പോ അവിടെ നീ നിന്റെ അമ്മയും രക്ഷിച്ചു. എന്നാ പിന്നിനി നീ എന്ന തടസ്സം വേണ്ട. നിന്നെ തീർത്ത എല്ലാ തടസ്സവും തീരും. ഏയ് വന്നേ. എവിടേക്കാ? ഏയ് വാ പറയാം. എല്ലാരും അവിടെ പൂജ നടക്കുന്നിടത്താ. പെട്ടെന്ന് നീ ഈ സാരി ഉടുത്തോണ്ട് വൈദേഹിയെ പോലെ അവരുടെ അടുത്ത് പോയി ഇരിക്കാൻ നോക്ക്.
ചെല്ല്. അപ്പോ വൈദേഹി? ഡി, അവളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ അവിടെ പൂജയ്ക്ക് വൈദേഹിയില്ല. അവിടെ